നമുക്കിന്ന് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാം. എ ടി എം തട്ടിപ്പ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പത്രത്തിൽ മിക്കവാറുമൊക്കെ വാർത്ത വരുന്ന ഒരു കാര്യമാണ് എ ടി എം തട്ടിപ്പ്. ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു എപ്പിസോഡ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു വിശദീകരണം കൂടി നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് A+2 ഇപ്പോൾ ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്യുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. കാരണം നിരവധി തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് എ ടി എമ്മുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ എ ടി എമ്മിൽ നിന്നും പണം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നഷ്ടപ്പെടുക? നമ്മൾ എ ടി എമ്മിലേക്ക് കാർഡ് ഇട്ടു, നമ്മൾ പണം ക്ലെയിം ചെയ്തു. എ ടി എം നമുക്ക് പണം തന്നില്ല, എ ടി എമ്മിൽ നിന്ന് നമുക്ക് പണം കിട്ടിയില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ